ഗതികോർജം ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജത്തെയാണ് ഗതികോർജം എന്ന് പറയുന്നത്. ഗതികോർജം കാണുന്നതിനുള്ള സൂത്രവാക്യം K = അര mv². ഇതിൽ K എന്ന അക്ഷരം കൈനറ്റിക് എനർജി അഥവാ ഗതികോർജത്തെ സൂചിപ്പിക്കുന്നു, M എന്ന അക്ഷരം മാസ് അഥവാ പിണ്ഡത്തെ സൂചിപ്പിക്കുന്നു, V എന്ന അക്ഷരം വെലോസിറ്റി അഥവാ പ്രവേഗത്തെ സൂചിപ്പിക്കുന്നു. ഇനി ഈ സൂത്രവാക്യപ്രകാരം ഒരു വസ്തുവിൻ്റെ മാസ് ഇരട്ടിക്കുകയാണെന്ന് കരുതുക. വസ്തുവിൻ്റെ മാസ് ഇരട്ടിക്കുക. അപ്പോൾ നമ്മൾ ഈ സൂത്രവാക്യത്തിൽ ഇവിടെ എടുക്കുമ്പോൾ K = അര, മാസ് ഇരട്ടിക്കുകയാണ്, എമ്മിന് പകരം നമ്മൾ 2m എന്ന് എഴുതണം, p². ഇങ്ങനെ നമുക്ക് ഈ രണ്ടും വെട്ടിപ്പോയിട്ട് അപ്പോൾ K = എന്ത് വരും? mv² എന്ന് വരും. അപ്പോൾ ആദ്യ കൈനറ്റിക് എനർജി എത്രയാണ്? അര mv². മാസ് ഇരട്ടിക്കുമ്പോൾ എത്രയായി? mv². അര mv²ൻ്റെ ഇരട്ടിയാണ് mv². അപ്പോൾ മാസ് ഇരട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കൈനറ്റിക് എനർജി ഗതികോർജം ഇരട്ടിയാകും. ഇനി വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഈ സൂത്രവാക്യത്തിൽ ഇവിടെ 2v എഴുതണം. പ്രവേഗം ഇരട്ടിക്കുമ്പോൾ ഇവിടെ 2v എഴുതണം. അപ്പോൾ K = അര m, അതുപോലെ 2v², പകരം 2v². അപ്പോൾ അര m × 2v² പറയുമ്പോൾ 4v². നമുക്ക് ഈ 2ഉം 4ഉം വെട്ടിപ്പോയിട്ട് ഇവിടെ 2 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 2mv² എന്ന് വരും. അപ്പോൾ എന്താ സംഭവിച്ചത്? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ഇരട്ടിക്കുമ്പോൾ ഇവിടെ 2mv². ആദ്യ വെലോസിറ്റി കൈനറ്റിക് എനർജി എത്രയാണ്? അര mv². അര mv²ൻ്റെ 4 മടങ്ങാണ് 2mv². അപ്പോൾ പ്രവേഗം ഇരട്ടിക്കുമ്പോൾ ഗതികോർജം എന്താവും? 4 മടങ്ങാകും.